പക്ഷെ അള്ളാഹു നമ്മളോട് 17 തവണ ഒരേ ചോദ്യം ആവർത്തിക്കാൻ പറഞ്ഞു. ഒരു ദിവസം 17 തവണ അള്ളാഹു നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. ഒരു ദുആ എന്താണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്തിനാ ചോദിക്കുന്നത് അറിയോ? സന്മാർഗം തരണേന്ന് ചോദിച്ചാൽ സന്മാർഗത്തിലാണല്ലോ നമ്മൾ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അതിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണേ പടച്ചോനെ എന്ന്. എത്രയോ റമദാനിൽ കുപ്പിയൊക്കെ മാറ്റിയിട്ട് തൊപ്പി വെച്ച് നടന്നിട്ട് ഇപ്പം രണ്ടാമത് തൊപ്പി എടുത്ത് വെച്ചിട്ട് കുപ്പിയിലേക്ക് പോയ എത്ര ആൾക്കാരുണ്ട് അല്ലേ? റമദാൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഉഷാറാവും, പിന്നെ അങ്ങ് പോയി പോകും. ഹിദായത്തിൽ നിലനിർത്തിത്തരണേ പടച്ചോനെ. ഇത് വലിയൊരു സംഭവമാണ്. ഖുർആൻ ഹുദയാണ്. പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഇന്ന ലികുല്ലി അമലിൻ ശിറ വലികുല്ലി ശിറത്തിൻ ഫതറ ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലികുല്ലി അമലിൻ ശിറ. ഏതൊരു അമലിനും ആവേശത്തിൻ്റെ ഒരു കാലമുണ്ട്, ഭയങ്കരമായ ആവേശം. അന്ന് ഖുർആൻ ക്ലാസ്സിനും മജ്ലിസിനും ദുആക്കും ദിക്റിനൊക്കെ നമ്മൾ ഉണ്ടാവും. വലികുല്ലി ശിറത്തിൻ ഫതറ. ഈ ആവേശത്തിന് ഒരു ക്ഷീണം പിടിക്കുന്ന കാലവും അതിൻ്റെ പിന്നിൽ വരും. ആ കാലം ഒരുപക്ഷെ നിസ്കാരം പോലും മര്യാദയ്ക്ക് നിസ്കരിക്കാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്നുപെടാറുണ്ട്. ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി. അങ്ങനെ ആവേശം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് എൻ്റെ സുന്നത്തിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് ആവേശമൊന്നുമില്ല, എന്നാലും ജീവിക്കുന്ന സുന്നത്ത് അനുസരിച്ചാണ്. ഫഖദ് ഇഹ്തദാ, അവർ ഹിദായത്തിലാണ്. നേരെ മറിച്ച് ചില ആളുകൾ ആവേശം കഴിഞ്ഞാൽ എല്ലാം പൂട്ടി മടക്കി വെച്ച് തിരിഞ്ഞു നടക്കും. മ്യൂസിക്കും പാട്ടും ഡാൻസും സിനിമയും അഡ്വഞ്ചറൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിന, ഞങ്ങൾക്ക് സന്മാർഗം നിലനിർത്തി തരയണമേ, അസ്സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്തു. ഏതാണ് ഈ സന്മാർഗം എന്നറിയോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവെ നീ അനുഗ്രഹം ചെയ്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അവരാരാ? അത് ഖുർആൻ വിശദീകരിച്ചു. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവെ അവരെപ്പോലെ ഞങ്ങളെയും ജീവിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിവേഴ്സ് അടിക്കരുത്. ഞങ്ങൾക്ക് കിട്ടിയ വെളിച്ചം നഷ്ടപ്പെടരുത് റബ്ബേ. ആ വെളിച്ചം നിലനിർത്തിക്കൊണ്ടുപോരാൻ ഞങ്ങൾക്ക് സഹായം നൽകണമേ. അതാണ് അള്ളാഹിനോട് ഒരു ദിവസം 17 തവണ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ അതാണ് ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നീ നൽകുന്ന സഹായം മാത്രമേ റബ്ബേ ഈ ലോകത്തുള്ളൂ, നീയാണ് എല്ലാറ്റിൻ്റെയും ദാതാവ് എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ജന്മം കൊണ്ട് മുസ്ലിമായവരാണ്, പക്ഷേ ഹിദായത്തിൽ നിലനിർത്തി തരാൻ ഞങ്ങളെ സഹായിക്കണേ പടച്ചോനെ. അത് ഖൽബ് തട്ടിയിട്ട് ചോദിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഒഴുക്കിലങ്ങനെ ഫാത്തിഹ ഓതി പോവും. ആ ഓതി ഇഹ്ദിനെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ ട്രെയിൻ കടന്നു പോകണ പോലെ അങ്ങനെ പോയിട്ടുണ്ടാവും. ഓവാലത്തിനും കൂടെ പോകുന്നില്ലേ, പാലറിയുന്നുണ്ട്, നമ്മളറിയുന്നുണ്ട് പാലത്തും കൂടെ പോകണമെന്ന്. അങ്ങനെ പോവാണ്, ട്രാക്ക് ഇങ്ങനെ കിടക്കല്ലേ.